BD സർക്കാർ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുത്തത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടുമിക്ക പുരുഷന്മാർക്കും വിദ്വേഷമുണ്ടാക്കി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അത് ഈ സോഷ്യൽ മീഡിയയിലെ പ്രതികരണങ്ങൾ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ അങ്ങനെ പറയുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് വിഭാഗക്കാരാണ് അതിനകത്ത് പറയുന്നത്. അതായത് ഒന്ന്, സ്ത്രീകൾക്ക് എന്തിനാണ് സൗജന്യ യാത്ര കൊടുക്കുന്നത്, പുരുഷന്മാർക്കില്ലല്ലോ, അപ്പം സ്ത്രീയും പുരുഷനും തുല്യരാണെന്നല്ലേ പറയുന്നത്, പിന്നെ അവർക്ക് മാത്രം എന്തിനാണ് കൊടുക്കുന്നത് ഒരു വിഭാഗം ആളുകൾ പറയുന്നത് പ്രൈവറ്റ് ബസ്സുകാർ അവതാളത്തിലാവും, അവരെ പിന്നെ എന്തിനാണ് അവരെ കഷ്ടത്തിലാക്കുന്നത് എന്നുള്ള രീതിയിൽ ആണ് മറ്റൊരു സംസാരം. അപ്പം ഒരു വിഭാഗത്തിൻ്റെ കാര്യം ആദ്യം പറയാം. സ്ത്രീകൾക്ക് ഉള്ള സംവരണം എന്തിനാണ് അവർക്കത് കൊടുക്കുന്നതെന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീയും പുരുഷനും തുല്യരാണ് എന്നൊക്കെ പറയുമ്പോഴും സ്ത്രീയും പുരുഷനും തുല്യരൊന്നും അല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളിങ്ങനെ വാക്കാലൊക്കെ പറയുമ്പോൾ അത് പറയാമെന്നല്ലാതെ തീർച്ചയായിട്ടും ബലവും കരുത്തും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകൾ പുരുഷന്മാരുടെ താഴെ നിൽക്കുകയുള്ളൂ. നമ്മൾ സംസാരത്തിലൂടെ നമുക്ക് അവരെ മറികടക്കാമെങ്കിലും തീർച്ചയായും ബലവും കരുത്തും നോക്കുമ്പോൾ അത് തന്നെയാണ് പ്രധാനം. നമുക്കിത് പറയുമ്പം വാക്കാൽ എന്തെങ്കിലുമൊക്കെ പറയാം, ഈ ഒരു കാലഘട്ടം അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇപ്പം ഫ്ലൈറ്റ് ഓടിക്കുന്നുണ്ട്, ട്രെയിൻ ഓടിക്കുന്നുണ്ട്, ആർമി, നേവി, എയർഫോഴ്സ്, അങ്ങനെ ഫോഴ്സുകളിലെല്ലാം സ്ത്രീകൾ എത്തിക്കഴിഞ്ഞു, എല്ലാ മേഖലകളിലും സ്ത്രീകളുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ പറയുമ്പോൾ പറയാമെന്നല്ലാതെ നമുക്ക് കാര്യത്തിൽ നമ്മുടെ ഒരു പ്രവൃത്തിയോടെ എടുക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സത്യാവസ്ഥയിലായിട്ടുള്ള കാര്യം പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കത് പറയാൻ കഴിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുരുഷന്മാർക്ക് മേലെയൊന്നും സ്ത്രീ പോവില്ല, അതിന് താഴെ തന്നെ നിൽക്കത്തുള്ളൂ. പ്രധാനമായിട്ടുള്ള ഈ കാര്യം ഞാൻ ഈ പറഞ്ഞ കരുത്തും ബലവും തന്നെയാണ്, ബാക്കിയൊക്കെ വേറെ കാര്യങ്ങൾ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പാതിരാത്രി 2 മണിക്ക് നമുക്കൊന്ന് പുറത്ത് പോകണം. അപ്പോൾ നമ്മൾ വീട്ടിൽ ഇപ്പം പുരുഷന്മാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പം സഹോദരനോ അല്ലെങ്കിൽ അച്ഛനോ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെയും കൂട്ടിയായിരിക്കും പുറത്ത് പോകുന്നത് അല്ലേ. തീർച്ചയായിട്ടും ആ പാതിരാത്രി 2 മണിക്ക് എന്തായാലും 2 സ്ത്രീകൾ മാത്രം പുറത്ത് പോവില്ലല്ലോ. അപ്പം അവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്തുകൊണ്ടാണ് അവരെ ആശ്രയിക്കേണ്ടി വരുന്നു എന്നുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആ ഒരു പാതിരാത്രി 2 മണിക്ക് പുരുഷന്മാരാണെങ്കിൽ ഒറ്റയ്ക്ക് അവർ പുറത്ത് പോകും. ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഒറ്റയ്ക്ക് ഉള്ളെന്നുണ്ടെങ്കിൽ അവർ ആ പാതിരാത്രി പുറത്ത് എന്തായാലും പോവില്ല, പകലാകട്ടെ എന്ന് കാത്തു നിൽക്കും, അത്രയേ ഉള്ളൂ. അപ്പം സ്ത്രീകൾക്ക് ഏത് കാര്യത്തിനാണെന്നുണ്ടെങ്കിലും ഈ സംസാരത്തിലൂടെ നമുക്ക് പറയാമെന്നല്ലാതെ ഈ കാലഘട്ടത്തിലും ഏത് കാലഘട്ടത്തിലാണെങ്കിലും സ്ത്രീകൾക്ക് നമുക്ക് ഏത് കാര്യങ്ങളും ചെയ്യുന്നതിനാണെന്നുണ്ടെങ്കിലും ഒരു പരിധിയുണ്ട്. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും അതൊരു കരുത്തും ബലവും പുരുഷന്മാരുടെ അത്രയും ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതൊക്കെ നമുക്ക് ഒരു തുല്യത എന്നൊക്കെ പറയുന്നെങ്കിലും ഇതൊന്നും ഒരിക്കലും തുല്യതയൊന്നും അല്ല, തുല്യത ആവത്തുമില്ല. പുരുഷന്മാർ തന്നെയാണ് എല്ലാ കാര്യങ്ങളിലും മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ സ്ത്രീകൾ അതിൻ്റെ താഴെ വരത്തുള്ളൂ. നമുക്കത് വെറുതെ സംസാരത്തിൽ പറയാമെന്നേ ഉള്ളൂ. ഒരിക്കലും ഈ പറഞ്ഞ പ്രധാനം ഈ കരുത്തും ബലവും തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇതുള്ളത് കൊണ്ട് തന്നെ സ്ത്രീകൾക്ക് ഒരു സൗജന്യം അല്ലെങ്കിൽ ഒരു റിസർവേഷൻ, ഒരു ഇളവ് അനുവദിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇത് വെറുതെ സംസാരത്തിൽ നമുക്ക് പറയാമെന്നേ ഉള്ളൂ. ഈ കരുത്തും ബലവും ഉള്ളതുകൊണ്ട് ഇളവ് അനുവദിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ എല്ലാവരും തുല്യരല്ലേ എന്നാണ് ചോദിക്കുന്നത്. തുല്യരെന്ന് നമുക്ക് പല കാര്യത്തിലും പറയാമെന്നേ ഉള്ളൂ. ഇപ്പം പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരേ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, അവിടെ സ്ത്രീയും പുരുഷനും ഇതൊക്കെ പറയുമ്പോൾ പറയാമെന്നല്ല, സ്ത്രീയും പുരുഷനും ഒരേ ശമ്പളമൊന്നുമല്ല കൊടുക്കുന്നത്. തീർച്ചയായിട്ടും പുരുഷന്മാർക്ക് ഒരേ ജോലിയായിരിക്കും ചെയ്യുന്നത്, പക്ഷേ ഒരേ ശമ്പളമൊന്നും ആയിരിക്കില്ല കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ ഗവൺമെൻറ്റിൽ ഒരേ സാലറി ആയിരിക്കും കൊടുക്കുന്നത്, പക്ഷേ പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ഒരേ മേഖലയെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് 2 ശമ്പളമാണ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എല്ലാ കാര്യത്തിലും തുല്യത വന്നു എന്നൊക്കെ. അപ്പം ഇതൊക്കെ വെറുതെ നമുക്ക് വാഗൊണ്ട് പറയാവുന്നേ ഉള്ളൂ, ഇതിലൊന്നും കാര്യത്തിൽ കാര്യമില്ല. അതുപോലെ തന്നെ രണ്ടാമത്തെ വിഭാഗം ഞാൻ പറഞ്ഞ നമുക്ക് KSRTCയിലേക്ക് വരാം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈവറ്റ് ആളുകൾക്ക് ജീവിക്കേണ്ടതെന്ന്. പ്രൈവറ്റ് ആളുകൾക്ക് ജീവിക്കാൻ എന്താ, നമ്മൾ ആരെങ്കിലും ചിലവിന് കൊടുത്ത് ജീവിക്കാമെന്ന് എന്തെങ്കിലും നേർച്ച വല്ലതും നേർന്നിട്ടുണ്ടോ? അവർക്കുള്ള എന്തെങ്കിലും, ഇപ്പം ഒരു വിഭാഗം സ്ത്രീകൾക്ക് മാത്രമാണല്ലോ സൗജന്യം, ബാക്കിയുള്ളവർ കയറുമല്ലോ ബസ്സിൽ. ഇനിയിപ്പോൾ കൂടുതൽ കയറുന്ന സ്ത്രീകളാണ്, അതുകൊണ്ട് അവർക്ക് അവരെ ജീവിതം മുടങ്ങും. അവരെ ജീവിതം മുടങ്ങാൻ എന്തുവാ, നമ്മൾ അവർക്ക് ചിലവിന് കൊടുത്തോളാന്ന് എന്തെങ്കിലും നേർച്ച വല്ലതും നേർന്നിട്ടുണ്ടോ? ഇത് നല്ല കഥയായി. അത് കാലം മുന്നോട്ട് പോകുമ്പോഴത്തേനും
ഇതിപ്പോൾ ഒരു സൗജന്യം വന്നാണ്. പക്ഷേ കാലം മുമ്പോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും മാറ്റങ്ങൾ വരും. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഒരു DTP ഓൺലൈൻ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ മേഖലയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2-3 വർഷമായിട്ട് വളരെ ആ മേഖല ഇടിഞ്ഞ് താണ് കിടക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ചെയ്യാൻ ആപ്ലിക്കേഷനുണ്ട്, മൊബൈലിൽ എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. പിന്നെ കമ്പ്യൂട്ടർ സെൻ്ററിലേക്ക് ആളുകൾ വരേണ്ട കാര്യമില്ല. DTP ആയാലും ഓൺലൈൻ ആപ്ലിക്കേഷൻസ് ആയാലും എല്ലാവർക്കും ആപ്പുണ്ട്. ആപ്പ് വഴി എല്ലാവരും സിമ്പിളായിട്ട് കാര്യങ്ങൾ നടത്തുന്നു. യൂട്യൂബ് വഴി സെർച്ച് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. അപ്പോൾ അതുവഴി അവർ ചെയ്യുന്നു. അപ്പം നമ്മുടെ ബസ് ചാർജും മുടക്കണ്ട, കമ്പ്യൂട്ടർ സെൻ്ററിൽ ക്യാഷും കൊടുക്കണ്ട, അവർ സ്വന്തമായിട്ട് ചെയ്യുന്നു. അപ്പോൾ എന്ന് കരുതി ഏതെങ്കിലും കമ്പ്യൂട്ടർ സെൻ്ററുകാർ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ? നിങ്ങൾ ആപ്പ് ഇറക്കി, കമ്പനിക്കാർ ആപ്പ് ഇറക്കി, അല്ലെങ്കിൽ മൊബൈലിൽ അതിനുള്ള ഫെസിലിറ്റേഷൻ വന്നു എന്ന് കരുതി അങ്ങനെ പറഞ്ഞിട്ട് ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ? അപ്പം നമ്മൾ അതിനുള്ള ബദൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിന് മറികടക്കാൻ വേണ്ടി മറ്റെന്തെങ്കിലും കണ്ടെത്തുക, അല്ലാതെ വേറെ മാർഗ്ഗമൊന്നുമില്ല. അതിന് നമുക്ക് ജീവിക്കാനുള്ള മാർഗ്ഗം നമ്മൾ കണ്ടെത്തുക, അല്ലാതെ ഇപ്പം മറ്റുള്ളവർ അവരുടെ ബസ്സിൽ കയറിയിട്ട് നമ്മൾ ജീവിക്കാനുള്ള ചിലവിന് കൊടുക്കണമെന്നൊക്കെ പറയുന്നത് നടക്കുന്ന കാര്യമാണോ? അതുപോലെ തന്നെ ഇപ്പം കടകളിൽ നമ്മൾ പോയി സാധനം വാങ്ങിക്കുമായിരുന്നു പണ്ടൊക്കെ. ഇപ്പോൾ കുറേ നാളായിട്ട്, ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു 5-6 വർഷമായി കാണുമായിരിക്കും തോന്നുന്നു, ഓൺലൈൻ ഷോപ്പിംഗ്. അപ്പം അത് ഓൺലൈൻ ഷോപ്പിംഗ് ഇറങ്ങിയതിന് ശേഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ കടയിൽ പോയി സാധനം വാങ്ങിക്കുന്നത് കുറവാണ്. എല്ലാവരും ഓൺലൈൻ വഴി ബുക്ക് ചെയ്ത് വാങ്ങിക്കുന്നു. എല്ലാവരും ഇല്ല, കുറേ വിഭാഗക്കാർ, എനിക്ക് തോന്നുന്നു ഒരു 10-60% ആളുകൾ ഓൺലൈൻ വഴി ബുക്ക് ചെയ്ത് വാങ്ങിക്കുന്നു, നേരിട്ട് പോയി വാങ്ങിക്കുന്നവരും ഉണ്ട്. പക്ഷേ എന്നാലും ആ ഒരു ഓൺലൈൻ ഷോപ്പിംഗ് വഴി ശരിക്കും പറഞ്ഞാൽ ഈ കച്ചവടക്കാർക്ക്, സാധാ കടക്കാർക്ക് ഒരുപാട് നഷ്ടം വരുന്നുണ്ട്. എന്ന് വെച്ച് ഏതെങ്കിലും കടക്കാർ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ? ഓൺലൈൻ ഷോപ്പിംഗ് ഇറങ്ങിയതുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ടോ? അവർ അതിന് ബദൽ മാർഗം, അവർ ഹോം ഡെലിവറി, അവരും ഓൺലൈൻ ബുക്ക് ചെയ്ത സാധനം, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ അവർ ബദൽ മാർഗങ്ങൾ കണ്ടെത്തി. അപ്പം അങ്ങനെ നമ്മൾ എന്താണോ ആദ്യം ഓരോ സാഹചര്യങ്ങൾ ഇങ്ങനെ വരുമ്പോൾ, കാലത്തിനനുസരിച്ച് വരുമ്പോൾ നമ്മൾ അതിന് മറികടക്കാൻ വേണ്ടി അതിന് ബദൽ മാർഗങ്ങൾ കണ്ടെത്തുക, അത്രയേ ഉള്ളൂ. അല്ലാതെ നമ്മളിപ്പോൾ നമുക്ക് ഈ ഒരു പ്രശ്നം കാരണം ജീവിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം അവർക്ക് കൊടുക്കരുത്, അതെന്ന് പറയണ ഒരു സംഭവമല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ നല്ല രീതിയിൽ നടക്കുന്ന പദ്ധതിയാണ് സ്ത്രീകൾക്ക് സൗജന്യയാത്ര. മറ്റ് പല സംസ്ഥാനങ്ങളിലും നടക്കുന്നുണ്ട്. ഞാനൊരു കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞായിരുന്നു. അപ്പോൾ അത് ഈ മലയാളികൾക്കാണ് ശരിക്കും പറഞ്ഞാൽ എല്ലായിടത്തും പ്രശ്നം. അതിന് പിന്നെ പിന്തുണച്ച് അതിന് വിജയകരമായി മുന്നോട്ട് കൊണ്ടുവരാൻ സമ്മതിക്കാതെ അതിനൊരു പ്രശ്നം ഉണ്ടാക്കുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ CM VD അതിനെക്കുറിച്ച് പറഞ്ഞ കേട്ടായിരുന്നു. ഇതാ കേട്ട് നോക്ക്, ഞാനത് കാണിച്ചു തരാം ആ വീഡിയോ. ക്യാബിനറ്റിൽ അത് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ജൂൺ 15 മുതൽ അത് നടപ്പാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങൾ പ്രഖ്യാപിക്കും അതിന് മുമ്പ്, നടപ്പാക്കുന്നതിന് മുമ്പ്. ഞാൻ കഴിഞ്ഞ ഇതിൽ പറഞ്ഞതാണ്. ഇനി അത് ക്യാബിനറ്റിൽ പോകേണ്ട ആവശ്യമില്ല. കണ്ടില്ലേ, നമ്മുടെ VD സാറ് അത് തീരുമാനിച്ചാണ്. നമ്മുടെ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര ജൂൺ 15 മുതൽ അദ്ദേഹം ആ സർക്കാർ തീരുമാനിച്ച് തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത്, നമുക്ക് തന്ന വാഗ്ദാനം നിറവേറ്റാൻ. അതുകൊണ്ട് തീർച്ചയായിട്ടും ആര് വിചാരിച്ചാലും ആ ഒരു പദ്ധതിയെ ഇല്ലാതാക്കാനൊന്നും പറ്റില്ല. തീർച്ചയായിട്ടും സൗജന്യ യാത്ര, സ്ത്രീകൾക്ക് KSRTC സൗജന്യ യാത്ര അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും. ഇനി ആരെങ്കിലും രംഗത്ത് വന്ന് പ്രശ്നം ഉണ്ടാക്കി അത് നടപ്പിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ സ്ത്രീകൾ തീർച്ചയായിട്ടും സമരത്തിന് ഇറങ്ങുക തന്നെ ചെയ്യും. എന്തായാലും നമുക്ക് തന്ന വാഗ്ദാനം പാലിച്ചേ പറ്റൂ, അത് വേറെ കാര്യം. അത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പലരും പല കാര്യങ്ങളും പറയുന്ന പോലെ അല്ലല്ലോ മുമ്പോട്ട് ചെയ്യുന്നത്. ഞാൻ തീർച്ചയായിട്ടും ഒരു UDF കാരിയാണ്, ഞാൻ കോൺഗ്രസ്സുകാരിയാണ്. ഗാന്ധിജി മുന്നോട്ട് കൊണ്ടുവരുന്ന കോൺഗ്രസ്സിലെ പാർട്ടി എന്ന് പറയുന്നതിൽ നമുക്ക് അഭിമാനമേ ഉള്ളൂ. നമ്മളും ആ പാർട്ടിയൊക്കെ തന്നെയാണ്. നമ്മളും വിചാരിച്ച് തന്നെയാണ് ഇവരൊക്കെ അധികാരത്തിൽ വന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഈ VD സർക്കാർ അവർ പറഞ്ഞത്, മുഖ്യമന്ത്രി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മന്ത്രിമന്ദിരങ്ങൾക്കുള്ള കാശൊന്നും മോടി പിടിപ്പിക്കാനൊന്നും എടുക്കില്ലാന്ന്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പം പിന്നെ കാണിക്കുന്ന കണ്ടു, മോടി പിടിപ്പിക്കാനല്ല, അറ്റകുറ്റപ്പണിക്ക് കോടികളുടെ ആവശ്യമുണ്ടാ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കുറേ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തില്ല എന്ന് പറയുന്നില്ല. ആശാവർക്കർമാർക്കൊക്കെ ക്യാഷ് അനുവദിച്ചു. അത് കുറച്ച് ആളുകളെ ഉള്ളെന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കും അവർക്ക് അനുവദിച്ചത്. കാരണം അത് പറയാൻ കാര്യം, സാമൂഹ്യ പെൻഷൻ 3000 രൂപയാണ് പറഞ്ഞിരുന്നത്. ഇനിയിപ്പം അത് പെൻഷൻ കൊടുക്കുന്നെന്ന് പറഞ്ഞു, പക്ഷേ 3000 എന്നുള്ള ഒരു സംഖ്യ കണ്ടില്ല. അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് എടുത്ത് പറഞ്ഞേനെ.
അപ്പം ആ 3000 എവിടെ എപ്പോഴത് കൊടുക്കും? അപ്പോൾ ഇതൊക്കെ നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അദ്ദേഹം കുറേ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് VD. അതുപോലെ തന്നെ സിൽവർ ലൈൻ റെയിൽ നിർത്തലാക്കി, അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. വെറുതെ പരിസ്ഥിതിക്ക് ദോഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഈ റോഡ് മൊത്തം കുത്തി കുഴിച്ച് വാരി ഇട്ടേക്കുന്ന കണ്ടില്ലയോ? ശരിക്കും പറഞ്ഞാൽ ഇവർ നേരത്തെ അധികാരത്തിൽ വരേണ്ടതായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ 6 വരിയും 8 വരിയൊന്നും 2 നില റോഡും ഒന്നും വരില്ലായിരുന്നെന്ന് തോന്നുന്നു. PSCക്കാർക്ക് അവസാനിക്കാനിരുന്ന ലിസ്റ്റിന് 2-3 മാസമൊക്കെ നീട്ടിക്കൊടുത്ത്, കഴിഞ്ഞ സർക്കാരൊന്നും നമ്മളെന്തെങ്കിലുമൊക്കെ ഒരു പരാതി അയച്ചാൽ തന്നെ അത് മൈൻഡ് പോലും ചെയ്യില്ല. ഒരു റിപ്ലൈ വരും, നിങ്ങൾ പരാതി ഇന്ന ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് അയച്ചു, അത് നമ്മൾ പരിഗണിക്കും എന്നൊക്കെ പറഞ്ഞൊക്കെ അയക്കും. പക്ഷേ പിന്നെ വേറെ കാര്യമൊന്നും ഉണ്ടാകത്തില്ല, വെറുതെ ജസ്റ്റ് ഒരു മെസ്സേജ് വരത്തില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ സർക്കാർ കുറച്ച് ജനങ്ങളോട് ഒരു ഉത്തരവാദിത്വവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇനി തുടക്കം ഇങ്ങനെയാണ്. നമ്മൾ UDF ആണ്, കോൺഗ്രസ് ആണ്, നമ്മൾ ആ പാർട്ടിയുടെ കൂടെയാണ്, നമ്മളെ തന്നെ അധികാരത്തിൽ കയറ്റിയത്. പക്ഷേ എങ്കിലും തന്നെയും ഒരു നീതിയല്ലാത്തതോ അന്യായമായ കാര്യം കണ്ടാൽ തീർച്ചയായിട്ടും പ്രതികരിക്കും, അതിനെതിരെ സംസാരിക്കും. ആ നീതിയല്ലാത്ത കാര്യം അല്ലെങ്കിൽ ന്യായമല്ലാത്ത കാര്യം തീർച്ചയായിട്ടും പറയുക തന്നെ ചെയ്യാം, ആരായാലും ശരി. അപ്പം അതുകൊണ്ട് ഈ ഒരു പെൻഷൻ്റെ കാര്യം 3000 പറഞ്ഞിട്ട് പിന്നെ അതിൻ്റെ അനക്കമില്ല. അതിനെ ഇപ്പോൾ നടപ്പിലാക്കുമെന്ന് അറിഞ്ഞുകൂടാ. ഈ പ്രാവശ്യം കൊടുക്കുന്നെന്ന് പറഞ്ഞില്ല, 3000 എന്നൊന്നും പറഞ്ഞില്ല സംഖ്യ. അപ്പോൾ അതിനർത്ഥം 3000 ഇല്ലെന്നാണ് ഈ പ്രാവശ്യം. അപ്പം ഇനി എന്നാണ് നടപ്പിലാക്കുന്നതെന്ന് അറിയില്ല. പിന്നെ മന്ത്രി ഞാൻ പറഞ്ഞില്ലേ, മോടി പിടിപ്പിക്കാൻ കാശ് ചിലവാക്കില്ല എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ സർക്കാരും കുറേ കാശിനൊക്കെ പൊടിച്ചതാണ്. അപ്പോൾ അതുപോലെ അവരെ പോലെ തന്നെ ഇവരും അറ്റകുറ്റമെന്ന് പറഞ്ഞിട്ട് ചിലവാക്കുന്നുണ്ട്. അപ്പം പക്ഷേ നല്ല കാര്യം അദ്ദേഹം ചെയ്യുന്നുണ്ട് കുറച്ച്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറേയൊക്കെ എന്തെങ്കിലുമൊക്കെ നടപ്പിലാക്കുമെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഓക്കെ.